വരുന്നത് എന്ന് ഉമ്മ ഇല്ലാതായപ്പോഴല്ലേ നമുക്ക് പലർക്കും മനസ്സിലായത്. നമ്മളും അങ്ങനെ ഒരു അനുഭവമാണ് നമ്മുടെ മക്കൾക്ക്, നമ്മളും അങ്ങനെ ഒരു അനുഭവമായി മാറും. അശ്വൻ കുമാർ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. 2019 നീറ്റും എയിംസും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ 2 എൻട്രൻസ് എക്സാമാണ് ഡോക്ടർമാരാവാനുള്ളത്. അത് രണ്ടും കിട്ടി ഇന്ത്യയിൽ എണ്ണം പറഞ്ഞ 2 ആൾക്കാരാണ്. അതിലൊരാളാണ് അശ്വൻ കുമാർ. അശ്വൻ കുമാർ എവിടുന്ന് അറിയോ? ഗുജറാത്തുകാരനായ അശ്വൻ കുമാർ. വീട്ടിലും അമ്മ മാത്രമേ ഉള്ളൂ, അമ്മ മാത്രം. ഇന്നും യൂട്യൂബിൽ കിടപ്പുണ്ട് കേട്ടോ. അശ്വൻ കുമാർ 2019 വന്നത് നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ വേണ്ടി പറ്റും. അശ്വൻ കുമാറിനെ പഠിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് വീട്ടിൽ നിന്ന് എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ 30 ലക്ഷം പേര് ഒരു എൻട്രൻസ് എക്സാം. അമ്മക്ക് എന്താ പണി അറിയോ? 4 മണിക്ക് വെളുപ്പിൽ എഴുന്നേറ്റിട്ട് ചോളം കൃഷി ചെയ്യാൻ വേണ്ടി പോവാ. പരുപരുത്ത കൈകൾ അമ്മ. എന്നിട്ട് നമ്മുടെ നാട് പോലൊന്നുമല്ല, നമ്മുടെ നാട് പോലൊന്നുമല്ല, ധിക്കാരപൂർണമായ സമീപനാണ്. പണക്കാരനെന്നും പണക്കാരനും, പൈസ ഇല്ലാത്തവനെന്നും പൈസ ഇല്ലാത്തവനുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഓച്ചാനിച്ച് കൊടുക്കുന്ന ഒരു രീതിയാണ് ഗുജറാത്തിലൊക്കെ ഉള്ളത്. കഷ്ടപ്പെട്ട് പണിയെടുക്കാണ്. എന്നിട്ട് എക്സ്ട്രാ ടൈം 4 മണിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം 5 മണിക്കാണ് അത്ര അമ്മ ജോലി കഴിഞ്ഞിട്ട് വരിക. ഇന്ത്യയിലെ ഏറ്റവും വലിയ എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോൾ 1ാമത്തെ സ്ഥാനമുള്ളത് ഈ അശ്വൻ കുമാറിന്. പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ, ഇനിയാണ് രംഗം. അശ്വൻ കുമാറിനോട് BBC ഉൾപ്പെടെയുള്ള വാർത്താ മാധ്യമങ്ങൾ വന്നിട്ട് മൈക്ക് നീട്ടിയിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ ചോദിക്കുന്ന ചോദ്യത്തിന്റെ മലയാളം പരാവർത്തനം ഇങ്ങനെയാണ്: ഈ 1ാം റാങ്കിന്റെ ക്രെഡിറ്റ് നീ ആർക്കാണ് കൊടുക്കുന്നത്? നിസ്സംശയം 1 സെക്കൻഡ് ഒരു പൗസ് അടിക്കാണ്ട് അശ്വൻ കുമാർ പറഞ്ഞ മറുപടിയുടെ പേര് ചുമൈക്കിലോടുമോ എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് എന്നായിരുന്നു അതിന്റെ മലയാളം. ചുമൈക്കിലോടുമോ. ചോദ്യകർത്താവ് ഒന്ന് നെട്ടി വീണ്ടും ചോദിക്കുന്നുണ്ട്, പാടൻ ഒന്നുകൂടി പറഞ്ഞു, ആർക്കാ? പിന്നെയും പറയാനുള്ളത് അത് തന്നെ, എന്റെ ഉമ്മാക്ക്. 3ാമതും ചോദ്യകർത്താവ് ചോദിക്കുന്നുണ്ട്. 3ാമത് ചോദ്യകർത്താവ് പ്രതീക്ഷിക്കുന്ന ഉത്തരം എന്താ അറിയാമെങ്കിൽ, ഫസ്റ്റ് റാങ്ക് കിട്ടുമ്പോൾ സ്ഥിരമായി ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഉത്തരം വരാതെ ഞാൻ പഠിച്ച സ്കൂളിൽ ഏറ്റവും ഫേവറേറ്റ് അധ്യാപകന്, അല്ലെങ്കിൽ ഞങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ടോപ്പിക്ക് നിനക്ക് പറയാം. ഈ കുട്ടി പറയാണ് അമ്മയ്ക്ക്. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, വീഡിയോഗ്രാഫർ ശ്രദ്ധിക്കുന്നത്, പറയുന്ന സ്ഥലത്ത് ഒരു ഉണങ്ങിയ ശരീരവുമായിട്ട് വെയിലത്ത് ക്യാമറയുടെ പരിധിയിൽ പെടാണ്ട് ഔട്ട് ഓഫ് ഫോക്കസ്ഡ് ആയിട്ട് ഒരു മനുഷ്യൻ പോലെ നിൽക്കുന്നുണ്ട്. കവിളൊക്കെ ഒട്ടിയിടത്തി, കണ്ണൊക്കെ കുഴിഞ്ഞുപോയി, പരുപരുത്ത കൈയുള്ള കറുകറുത്തൊരു ശരീരരൂപം, കറുകറുത്തൊരു ഘടന അപ്പുറത്തിങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. ചോദ്യകർത്താവിനോട് ഇഷ്ടത്തോടു കൂടി പറയാണ് ഇങ്ങനെ. പിന്നെ തന്റെ മൂലയിൽ നിൽക്കുന്ന, അരികിൽ നിൽക്കുന്ന അമ്മയെ ചൂണ്ടിയിട്ട് ഈ അശ്വൻ കുമാർ എന്ന് പറയുന്ന കുട്ടി പറയാണ്, അതാണ് എന്റെ അമ്മ. എന്നിട്ട് അമ്മനോട് അവരുടെ ഭാഷയിൽ അടുത്തേക്ക് ഇങ്ങനെ വരാൻ വേണ്ടി പറഞ്ഞിട്ട് അമ്മനെങ്ങനെ തോളിലൊരു കുഞ്ഞു സുഹൃത്തിനെ, കുട്ടിയെ പിടിക്കുന്ന പോലെ തോളിലൂടെ കൈ ഇങ്ങനെ ഇട്ടിട്ട് വീട്ടുകാരന് പറഞ്ഞു കൊടുക്കുക, ഇതാണ് എന്റെ അമ്മ. എന്താ എന്റെ അമ്മന്റെ വിശേഷം നിങ്ങൾക്ക് അറിയോ? അമ്മ 4 മണിക്ക് വെളുപ്പിനെ ജോലിക്ക് പോയി, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വെയില് മുഴുവനും കൊണ്ട് പാടത്ത് പണിയെടുത്തിട്ട് മോനേന്ന് വിളിച്ച് എന്റെ അടുത്തേക്ക് വരും.